രാജ്യത്തെ ടെക് തലസ്ഥാനമായ ബംഗളൂരുവിലെ തിരക്കേറിയ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ജലഹള്ളി ക്ലോസിലെ ഒരു ഫ്ലൈ ഓവർ തൂണിനുള്ളിൽ സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് ഒരാൾ ശാന്തനായി വിശ്രമിക്കുന്നതിന്റെ വീഡിയോ ആണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വഴിയാത്രക്കാരെയും നെറ്റിസൺസിനെയും ഒരുപോലെ ഞെട്ടിച്ചു. നഗരത്തിന്റെ ആധുനിക മുഖത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ദുരിതത്തിന്റെ ആഴം തുറന്നു കാട്ടുന്ന ഈ സംഭവം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭവനരഹിതരുടെയും ദാരിദ്ര്യത്തിന്റെയും എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ട്രാഫിക് ജംഗ്ഷന് മുകളിലൂടെ പോകുന്ന ഫ്ലൈ ഓവറിന്റെ തൂണിനും സ്പാനിനും ഇടയിലുള്ള വളരെ ചെറിയതും ഇടുങ്ങിയതുമായ സ്ഥലത്താണ് യുവാവ് ചാരിക്കിടക്കുന്നത്. താഴെയായി വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. വീഡിയോ പകർത്തിയയാളെ നോക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രതികരണവും ഇല്ലാതെ ലോകവുമായുള്ള ബന്ധം വേർപെട്ടതുപോലെ അനങ്ങാതെ കിടക്കുകയാണ് യുവാവ്. ഭവനരഹിതരായ ഒരാൾക്ക് നഗരത്തിൽ സുരക്ഷിതമായൊരിടം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ് ഈ നിസ്സംഗത സൂചിപ്പിക്കുന്നത്. ഫ്ലൈ ഓവറിന് മുകളിൽ ഒരാൾ ഇരിക്കുന്നത് താഴെ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിഭ്രാന്തി പടർന്നിരുന്നു. ഇത്രയും ഉയരത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ ഒരാൾ എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് പലർക്കും ആശങ്കയുണ്ടായി. ഇതൊരു ആത്മഹത്യാ ശ്രമമാണോ എന്ന സംശയവും ഉയർന്നിരുന്നു. ഫ്ലൈ ഓവറിന്റെ ഘടനയ്ക്കിടയിൽ ആളുകൾക്ക് കയറി പറ്റാൻ സാധിച്ചത് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സംഭവം ബംഗളൂരു നഗരത്തിന്റെ സുരക്ഷയെക്കുറിച്ചും പൊതുമരാമത്ത് ജോലികളിലെ മേൽനോട്ടങ്ങളെക്കുറിച്ചും ആശങ്കകൾക്ക് വഴിയൊരുക്കി. അപകടകരമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദൃക്സാക്ഷികൾ ഉടൻ തന്നെ സംഭവം അധികൃതരെ അറിയിച്ചു. യുവാവിനെ സുരക്ഷിതമായി താഴെ ഇറക്കുന്നതിനെ കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും ഉടൻ തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ചതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു. പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ താഴെ ഇറക്കിയോ അതോ അദ്ദേഹത്തെ ആശുപത്രിയിലോ പുനരധിവാസ കേന്ദ്രത്തിലോ പ്രവേശിപ്പിച്ചോ എന്നതിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ സംഭവം കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ബംഗളൂരുവിലെയും കർണാടകയിലെയും രാജ്യവ്യാപകമായുള്ള ഭവനരഹിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണ്. നഗരത്തിൽ വാടകയ്ക്ക് താമസിക്കാൻ പോലും സാധിക്കാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്നു. പുതിയ തലമുറയ്ക്ക് സർക്കാർ ജോലിയും സ്ഥിര വരുമാനവും അപ്രാപ്യമാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചില സാമൂഹ്യ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കളിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഭവനരഹിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജീവിത ചെലവുള്ള നഗരങ്ങളിൽ ഒന്നാണ് ബംഗളൂരു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ വരുമ്പോൾ ആളുകൾ ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ അഭയം തേടാൻ നിർബന്ധിതരാകുന്നു. നഗരത്തിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം ലഭിക്കുമ്പോഴും പാവപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കാൻ സാധിക്കാത്തത് ഒരു സാമൂഹിക ദുരന്തമാണ്. നഗരവൽക്കരണത്തിന്റെ വേഗത താഴ്ന്ന വരുമാനക്കാരെ പുറന്തള്ളുന്നതിന്റെ സൂചനയാണത്. ദീർഘകാലത്തെ ഭവനരഹിതാവസ്ഥ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും വിഷാദത്തിലേക്കും നയിച്ചേക്കാം. ഫ്ലൈ ഓവറിൽ വിശ്രമിച്ച യുവാവിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചും അദ്ദേഹത്തിന് അടിയന്തരമായി കൗൺസിലിംഗ് ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ബംഗളൂരു നഗരത്തിൽ ഭവനരഹിതർക്കായി കാര്യക്ഷമവും വിപുലമായ പുനരധിവാസ പദ്ധതികളുടെ അനിവാര്യത ഈ സംഭവം വിളിച്ചു പറയുന്നു. താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾക്കപ്പുറം സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന തൊഴിൽ പരിശീലനവും താമസ സൗകര്യവും നൽകേണ്ടതുണ്ട്. സർക്കാരിനൊപ്പം ഭവനരഹിതർക്കായി പ്രവർത്തിക്കുന്ന NGO-കൾക്ക് ഇത്തരക്കാരെ കണ്ടെത്തി സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട്. ഫ്ലൈ ഓവറിലെ ഈ ദൃശ്യം NGO പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം. ഫ്ലൈ ഓവർ തൂണുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിലുള്ള ഭാഗങ്ങൾ ആളുകൾക്ക് എളുപ്പത്തിൽ കയറാൻ കഴിയാത്ത വിധം സുരക്ഷിതമാണോ എന്ന് പൊതുമരാമത്ത് വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ അടയ്ക്കുന്നതിനെ കുറിച്ചോ സുരക്ഷാ വേലകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ വലിയൊരു വിഭാഗം യുവാവിനോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുമോ എന്നറിയാൻ ചിലർ വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ഇതാണ് സാമൂഹിക മാധ്യമത്തിന്റെ നല്ല വശം. നഗരത്തിലെ ഭവനരഹിതരുടെ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമുയർത്തി. സുരക്ഷിതമായി താമസ സ്ഥലം ഓരോ പൗരന്റെയും ഭരണഘടനാപരമായ അവകാശമാണ്. ഈ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരം ദയനീയമായ സംഭവങ്ങൾ നഗരങ്ങളിൽ ആവർത്തിക്കുന്നത്. ബംഗളൂരു നഗരത്തിന്റെ തിളക്കമുള്ള മുഖത്തിന് പിന്നിലെ ദാരിദ്ര്യത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കണ്ണാടിയാണ് ജലഹള്ളി ക്രോസിലെ ഈ ദൃശ്യം.